22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ ദിവസങ്ങളോ മാസങ്ങളോ അല്ല വർഷങ്ങളോളം രാപ്പകലില്ലാതെ പഠിച്ചവർ. രാജസ്ഥാനിലെ കോട്ട പോലുള്ള നരകതുല്യമായ കോച്ചിംഗ് ഹബ്ബുകളിൽ സഹിക്കാവുന്നതിലും അപ്പുറം കടുത്ത മാനസിക സമ്മർദ്ദങ്ങളോട് പൊരുതി ഒടുവിൽ തങ്ങളുടെ സ്വപ്നത്തിലേക്ക് ഒരു ചുവട് വെച്ചവർ. പക്ഷേ ഇന്ന് ആ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും നിസ്സഹായരായി തെരുവിൽ നിൽക്കുകയാണ്. ഇക്കഴിഞ്ഞ മെയ് 3 നടന്ന നീറ്റ് UG പരീക്ഷ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പൂർണ്ണമായും റദ്ദാക്കിയിരിക്കുന്നു. കാരണമോ ചോദ്യപേപ്പർ ചോർച്ച. ടെലിഗ്രാമിലും വാട്സാപ്പിലുമായി 140ലധികം ചോദ്യങ്ങൾ അടങ്ങിയ ചോദ്യപേപ്പർ പരീക്ഷയ്ക്ക് മുൻപ് തന്നെ പരസ്യമായി വിറ്റഴിക്കപ്പെട്ടു എന്നാണ് അന്വേഷണത്തിലൂടെ കണ്ടെത്തിയത്. കോടികളുടെ വെട്ടിപ്പാണ് കേന്ദ്ര സർക്കാരിന്റെ മൂക്കിന് താഴെ നടന്നത്. പണമുള്ളവന് ചോദ്യപേപ്പറും മെഡിക്കൽ സീറ്റും വിലയ്ക്ക് വാങ്ങാമെന്ന അവസ്ഥയാണിന്ന്. രാജ്യത്തെ മെഡിക്കൽ പ്രവേശന മേഖലയെ കേന്ദ്ര സർക്കാർ ഒരു കൂട്ടം മാഫിയ സംഘങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇവിടെയാണ് അധികൃതരുടെ ഇരട്ടത്താപ്പ് നമ്മൾ കാണേണ്ടത്. പരീക്ഷ നടന്ന ഞായറാഴ്ച പോലും ആൾമാറാട്ടം തടയാനെന്ന പേരിൽ മെഡിക്കൽ കോളേജുകളിൽ പ്രത്യേക സർക്കുലർ ഇറക്കി വിദ്യാർത്ഥികളോട് ക്യാമ്പസിൽ ഹാജരാകാൻ ഉത്തരവിട്ടു. ഇതിലൂടെ വലിയ സുരക്ഷാ നാടകമാണ് അധികൃതർ കളിച്ചത്. ഒരു വശത്ത് വാട്സാപ്പിലൂടെയും ടെലിഗ്രാമിലൂടെയും ചോദ്യപേപ്പർ ഒരു മറയുമില്ലാതെ വിറ്റഴിക്കാൻ മാഫിയകൾക്ക് സൗകര്യമൊരുക്കിയിട്ടാണ് മറുവശത്ത് കണ്ണിൽ പൊടിയിടാൻ ഇത്തരം ഉഡായ്പ മുൻകരുതൽ നാടകങ്ങൾ കാണിക്കുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഒരു രാജ്യം ഒരു പരീക്ഷ എന്ന അജണ്ട മുന്നോട്ട് വെച്ച് സംസ്ഥാനങ്ങൾ നടത്തിവന്ന സുതാര്യമായ പരീക്ഷകൾ ഒന്നാകെ റദ്ദാക്കി NTA ഏജൻസിയുടെ നേതൃത്വത്തിൽ ഈ ഒറ്റ പരീക്ഷ അടിച്ചേൽപ്പിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ വലിയ അഴിമതിരഹിത വാഗ്ദാനങ്ങളാണ് ജനങ്ങൾക്ക് നൽകിയത്. എന്നിട്ട് എന്തുണ്ടായി? അതിനുശേഷം ഓരോ വർഷവും നീറ്റ് പരീക്ഷ അഴിമതിയുടെയും കച്ചവടത്തിന്റെയും കേന്ദ്രമായി മാറി. 2024 നീറ്റ് പരീക്ഷയിൽ ഒരേ സമയം 67 പേർക്ക് 1ാം റാങ്ക് ഉണ്ടായ നാണം കെട്ട ചരിത്രവും രാജ്യം കണ്ടതാണ്. അന്ന് സുപ്രീം കോടതിക്ക് പോലും ഈ പരീക്ഷാ നടത്തിപ്പിൽ അവിശ്വാസം രേഖപ്പെടുത്തേണ്ടി വന്നു. CBI അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വന്നു. അന്ന് ആ തട്ടിപ്പ് മൂടിവെക്കാൻ കേന്ദ്ര സർക്കാർ ഒരു പുകമറ സൃഷ്ടിച്ചു. ഭാവിയിൽ ഇത്തരം ചോർച്ചകൾ തടയാൻ 2024 ജൂണിൽ K. രാധാകൃഷ്ണൻ കമ്മിറ്റി രൂപീകരിച്ചു. ഒക്ടോബറിൽ പരീക്ഷാ സംവിധാനം പരിഷ്കരിക്കാനായി 101 നിർദ്ദേശങ്ങൾ അടങ്ങിയ റിപ്പോർട്ടും കമ്മിറ്റി സമർപ്പിച്ചു. ഡിജിറ്റൽ ഡാറ്റയ്ക്ക് കർശന സൈബർ സുരക്ഷ ഏർപ്പെടുത്തണമെന്നതായിരുന്നു അതിൽ പ്രധാനം. എന്നാൽ 2026 മെയ് മാസത്തിലും പുറത്തുവന്ന യാഥാർത്ഥ്യം എന്തെന്നാൽ ഈ 101 നിർദ്ദേശങ്ങളിൽ ഭൂരിഭാഗവും കേന്ദ്ര സർക്കാർ വെറും പേപ്പറിൽ മാത്രമായി ഒതുക്കിയെന്നതാണ്. ഭരണകൂടത്തിന്റെ ഈ അനാസ്ഥ തന്നെയാണ് ഈ അഴിമതിക്ക് പിന്നിലെ പ്രധാന കാരണവും. ചോദ്യപേപ്പർ ചോർച്ച തടയാൻ ഹൈബ്രിഡ് അല്ലെങ്കിൽ ഡിജിറ്റൽ ചോദ്യപേപ്പർ രീതി കൊണ്ടുവരണമെന്ന് കമ്മിറ്റി കൃത്യമായി പറഞ്ഞിരുന്നു. എന്നാൽ 2026 നീറ്റ് പഴയതുപോലെ പേപ്പർ അധിഷ്ഠിത പരീക്ഷയായി തന്നെ നടത്തി അഴിമതിക്കാർക്ക് കേന്ദ്രം സൗകര്യമൊരുക്കി. സർക്കാർ സ്കൂളുകളിൽ മാത്രം പരീക്ഷ നടത്തണമെന്ന നിർദ്ദേശം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത്തവണയും കോർപ്പറേറ്റ് പ്രൈവറ്റ് സെന്ററുകൾ പരീക്ഷയ്ക്കായി അനുവദിച്ചു കൊടുത്തു. ബയോമെട്രിക് സുരക്ഷാ സംവിധാനങ്ങൾ പൈലറ്റ് അടിസ്ഥാനത്തിൽ മാത്രമായി ഒതുക്കി. കരാർ ജീവനക്കാരെ മാറ്റി സ്ഥിരം ജീവനക്കാരെ നിയമിക്കണമെന്ന നിർദ്ദേശവും നടപ്പിലാക്കിയില്ല. പുറം കരാർ ഏജൻസികളെയും സ്വകാര്യ ലോബികളെയും അമിതമായി ആശ്രയിച്ച് കേന്ദ്ര സർക്കാർ അഴിമതിക്ക് കുടപിടിച്ചതിന്റെ ദുരന്തമാണ് ഇന്ന് രാജ്യം അനുഭവിക്കുന്നത്. ഈ കെടുകാര്യസ്ഥതകളുടെ ആവർത്തനമാണ് രാജസ്ഥാനിൽ നമ്മൾ കണ്ടത്. രാജസ്ഥാൻ പോലീസ് SOGയും കേന്ദ്ര ഏജൻസികളും നടത്തിയ അന്വേഷണത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ച ഒരു പേപ്പറിലെ 140ലധികം ചോദ്യങ്ങൾ യഥാർത്ഥ നീറ്റ് ചോദ്യപേപ്പറുമായി കൃത്യമായി ഒത്തുപോയി എന്ന് തെളിഞ്ഞു. ഇതേ തുടർന്നാണ് ഒടുവിൽ മെയ് 12 NTA പരീക്ഷ ഔദ്യോഗികമായി റദ്ദാക്കിയതും കേസ് CBIക്ക് വിട്ടതും. ഡിജിറ്റൽ സുരക്ഷാ സംവിധാനങ്ങളിലേക്ക് മാറുന്നത് 2027 നീട്ടിവെച്ച അധികൃതരുടെ അനാസ്ഥയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നത് 22 ലക്ഷം വിദ്യാർത്ഥികളാണ്. മെഡിക്കൽ പഠനത്തിനായുള്ള തയ്യാറെടുപ്പ് എന്നത് കഠിനമാണ്. അനവധിയായ മാനസിക സംഘർഷങ്ങൾക്ക് ശേഷമാണ് കുട്ടികൾ പരീക്ഷ എഴുതുന്നത്. കടുത്ത മാനസിക സമ്മർദ്ദം മൂലം രാജസ്ഥാനിലെ കോട്ടയിൽ പ്രതിവർഷം 20ലധികം വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്യുന്നത്. അത്രയും വലിയ സമ്മർദ്ദത്തിനൊടുവിൽ പരീക്ഷ എഴുതി ഇറങ്ങുന്ന കുട്ടികളോടാണ് പരീക്ഷ റദ്ദാക്കിയിരിക്കുന്നു, ഇനി നിങ്ങൾ അപേക്ഷിക്കേണ്ടതില്ല, അടുത്ത തവണ ഫീസ് വാങ്ങില്ല എന്ന നാണം കെട്ട സൗജന്യ വാഗ്ദാനവുമായി കേന്ദ്ര സർക്കാർ വരുന്നത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടത് നിങ്ങളുടെ ഫീസ് ഇളവല്ല, തങ്ങളുടെ അധ്വാനത്തിന് വില കൽപ്പിക്കുന്ന ചോർന്നു പോകാത്ത സുതാര്യമായ സംവിധാനമാണ്.